അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് കോട്ടപ്പുറം ഫെസ്റ്റിന് പോവാണ്. നമുക്ക് കണ്ടാലോ? വൈ. അപ്പോൾ ഗൈസ് നമ്മൾ ഫെസ്റ്റിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഇസിയും അതേപോലെ അനും ഷെസും എല്ലാവരും നല്ല എക്സൈറ്റഡിലാട്ടോ. എല്ലാവരും ആദ്യമായിട്ടാണ് ഫെസ്റ്റ് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഫെസ്റ്റിൻ്റെ ഒരു പുറമെന്ന് പറഞ്ഞത് ഉമ്മ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റിൻ്റെ കൗണ്ടറിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ടിക്കറ്റിന് 50 രൂപ കേട്ടോ. പിന്നെ ഉമ്മമ്മയും ഷെസും ഫസ്റ്റ് തന്നെ കയറിപ്പോയിണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ രാജ്യത്തേക്ക് എത്തിയ പോലെ തന്നെ ആട്ടോ നമുക്ക് തോന്നുന്നത്. കാരണം കുറേ സാധനങ്ങൾ നമുക്കിവിടെ വിദേശത്ത് പോയിട്ട് കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഫോട്ടോ എടുത്ത് മരിക്കുന്നവരെ പറയാം കേട്ടോ. അത്രയും സാധനങ്ങളുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ ഗൈസ്, അലാവുദ്ദീൻ്റെ വാല് പോയി പിടിച്ചിരിക്കണം. പാവ അലാവുദ്ദീൻ എന്താ ചുമ്മാ ചിങ്ങനെ. ഞങ്ങളെല്ലാവരും എല്ലായിടത്തും നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കാം കേട്ടോ. നല്ല രസമാട്ടോ ഗൈസ്. ലണ്ടൻ ബ്രിഡ്ജ്, അങ്ങനെ പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എന്താണ് പേരെന്നൊക്കെ അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ള് ഇങ്ങനെ പാറി നടക്കട്ടെ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഗൈസ് പിന്നെ പൂരപ്പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കണേ, അതേപോലെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അവിടെ ഇരിക്കണു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ സ്റ്റേജൊക്കെ ഇവിടെ നിന്ന്. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു മുഖ്യ അതിഥി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ അച്ചാറും അതേപോലെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അതേപോലെ മറ്റേ കോളിഫ്ലവർ, പഴംപൊരി, മുളക് ബജി, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോപ്കോണ്, ഉപ്പിലിട്ടതിൽ നമ്മളെ ക്യാരറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇച്ചുമാക്കൊരാഗ്രഹം കേട്ടോ, അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാശി പിടിക്കുന്നു കേട്ടോ. പിന്നെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ അവിടെ ഒരു കാക്ക ഇങ്ങനെ ബൂസ്റ്റ് മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് രസമായി കാണാൻ വേണ്ടിയിട്ട് ഒരു ശൈലി അടിപൊളിയായിരുന്നു കേട്ടോ. എക്സ്പോയിലോ ഫെസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇച്ചുമാൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ഒന്നിൽ കയറണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കയറ്റി കൊടുത്തിട്ട് അതിന് മുമ്പേ ഞങ്ങളിവിടെ കുപ്പികളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ കൈ നീട്ടി കൊടുക്കുക കേട്ടോ അമ്മമ്മക്ക്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ അളവ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി കേട്ടോ അതൊക്കെ. പിന്നെ ഈ പാനിപ്പൂരിൻ്റെ അവിടെ എത്തിയപ്പോൾ ഷിഫുവിനൊരാഗ്രഹം ഗൈസ്, ഓൾക്ക് പാനിപ്പൂരി വേണമെന്ന്. അപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങി ഞങ്ങളെല്ലാവരും തിന്നു കേട്ടോ. ഈ ചുമ്മാ ആദ്യമായിട്ടാണ് പാനിപ്പൂരി തിന്നണേ. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് ഞങ്ങൾ കണ്ടോളിട്ടോ. സൂപ്പറാണ് കേട്ടോ പറഞ്ഞ ആൾക്ക് നല്ല ഇഷ്ടമായിരിക്കണം. പക്ഷേ അത് 2 കടിയും 3 കടിയൊക്കെ കടിച്ചിട്ടാണ് തിന്നണേ. പിന്നെ ഓൽക്കുള്ള വളം ഇങ്ങനെ നോക്കി കേട്ടോ. എന്താ വെച്ചപ്പോൾ ഷെസ് പറയാനായിട്ടില്ലേ ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ. ഓലിങ്ങനെ നോക്കിക്കാണ്, കുറേ വളമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹൈഡ്രജൻ ബലൂണ് കണ്ടു. പിന്നെ ഗൈസ് ഷിഫ് പറയട്ടെ, നമുക്ക് ആ സാധനത്തിൽ കയറിയാണ്. ഇതിൽ പോണ ആൾക്കാർ ഇപ്പം സൗണ്ട് കേട്ടിട്ട് തന്നെ മനുഷ്യന്മാരെ പ്രാണം പോയിക്കണം. പിന്നെ ഇവിടെ ഒരു മുഖ്യ അതിഥി ഉണ്ട് പറഞ്ഞില്ലേ, നമ്മളെ കണ്ണൂർസിനകത്താട്ടോ. അപ്പോൾ ഓരോ വേദിയിലേക്ക് ക്ഷണിക്കാട്ടോ. നമസ്കാരം. കൂടുതലായിട്ട് ചിലപ്പോൾ ഒന്നും പറയുന്നില്ല. പിന്നെ ഗൈസ് ഇവിടെ ഓലിപ്പം വന്നിട്ടുള്ള വേറൊരു കാക്ക. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആപ്പാപ്പാൻ്റെ വണ്ടിയിലാണ് പോണത്. അതിൻ്റെ ഇടയിൽ ഡിച്ച് ഗൈസ് വേറൊരാളെ ഒപ്പം പോണേ. അപ്പോൾ ഞങ്ങൾ ഓളങ്ങോട്ട് വിളിച്ചിട്ട്
അപ്പോൾ ആപ്പാപ്പാൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങളെല്ലാവരും കൂടി വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ.